ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട പൊട്ടറ്റോ സ്മൈലിയാണ്. സാധാരണ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രോസൺ ആയി വാങ്ങിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇത് വീട്ടിലുള്ള 2-3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. ഈ പൊട്ടറ്റോ സ്മൈലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. സ്മൈലി ഉണ്ടാക്കാനായി ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് കട്ടയൊന്നുമില്ലാതെ നന്നായി പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കട്ടയൊന്നുമില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അധികമാവരുത്. അഥവാ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികമായാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്മൈലി ഒരു റെഡ് കളറായി വരും, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രെഡ് പൊടിച്ചത് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി സ്മൈലി നല്ല ക്രിസ്പിയായി വരാനാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങിൻ്റെ അളവാണ് കാണിക്കുന്നത്. നിങ്ങൾ 1 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടി എടുക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ലവണ്ണം കുഴച്ചെടുക്കണം. എനിക്കിവിടെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങിൽ ജലാംശം കുറവായിരുന്നത് കൊണ്ട് തന്നെ ഈ ചേർത്ത പൊടികളൊക്കെ ധാരാളമായിരുന്നു. ഇത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ പുഴുങ്ങിയെടുക്കുന്ന ഉരുളക്കിഴങ്ങിൽ കുറച്ച് ജലാംശം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് ക്രംസും കോൺഫ്ലോറും ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോഴിത് നല്ലവണ്ണം കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇതാണ് സ്മൈലിയുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. മാവ് പരത്തിയെടുക്കുന്നതിന് മുമ്പ് തന്നെ റോളിംഗ് മാറ്റിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ നമ്മൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കാരണം ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന മാവിൽ നിന്നും ഒരു ചെറിയ ഉരുള എടുത്ത് ഇതുപോലെ മാറ്റിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് തടവി കൊടുക്കാം. ഇനി ചപ്പാത്തിക്കോല് വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കോലിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ എണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കുന്നത്. ഇനി എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ ചെറുതായി ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഒരുപാട് നൈസായി പരത്തരുത്. കാരണം പൊട്ടറ്റോ സ്മൈലി എപ്പോഴും നല്ല കട്ടിയിലാണ് ഇരിക്കേണ്ടത്. ഒരു മീഡിയം സൈസിലുള്ള കനത്തിൽ നമ്മൾക്കിത് പരത്തിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്മൈലിയുടെ സൈസിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു കനം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഒരുപാട് നൈസ് ആവാതെ ഈ ഒരു കനത്തിൽ വേണം നമ്മൾക്ക് സ്മൈലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്ത് വരുമ്പം നന്നായി വരുള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും നമ്മൾക്ക് നന്നായി ഒന്ന് കനത്തിൽ പരത്തിയെടുത്ത് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. സ്മൈലിക്കുള്ള പാറ്റീസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾക്ക് 2 കണ്ണുകളും സ്മൈലിയും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാറ്റി എടുത്ത് നമ്മൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സ്ട്രോ ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രോ ഉപയോഗിച്ച് നമ്മൾക്ക് 2 ഭാഗത്തും ഓരോ തുളയിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ട്രോ ഇല്ലെങ്കിൽ പേനയുടെ ബാക്ക് ഭാഗം വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മൈലിയുടെ ഒരു ഷേപ്പ് കിട്ടും.
ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് സ്മൈലി ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ചെറുതായി ഒന്ന് ആ സ്മൈലി ഒന്ന് വിടർത്തി കൊടുക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല വിടർന്ന സ്മൈലായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായി ഒന്ന് വിടർത്തി കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കി സ്മൈലികളും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ സ്മൈലികളൊക്കെ ഫ്രൈ ചെയ്യാൻ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായി വരുമ്പോൾ നമ്മൾക്ക് സ്മൈലി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ പുറമേ പെട്ടെന്ന് കരിയുകയും ഉള്ളു വേവാതെ വരികയും ചെയ്യും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾക്ക് സ്മൈലി ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ സ്മൈലികളൊക്കെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട സ്നാക്കായിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന ഒരു സമയം മാത്രമേ നമ്മൾക്ക് വേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്നാണ്. ഇനി സ്മൈലി പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്തു നോക്കൂ.